ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കുന്നത്. ഒരു കപ്പ് ചോറും ഒരു മുട്ടയും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 250 ml ഒരു കപ്പിന് ഒരു കപ്പ് ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ ചോറ് അല്ലെങ്കിൽ തലേന്നത്തെ ചോറ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. മുട്ടയിലുള്ള നനവ് മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഫൈനായിട്ട് തന്നെ അരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ചെറിയ ചെറിയ തരി പോലെയാണ് ഇത് അരിഞ്ഞിട്ടുള്ളത്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുത്താൽ നമ്മൾ ഒരുപാട് പൊടി ഇതിലോട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ടാട്ടോ ഇത് കട്ട പിടിച്ച പോലെ. ഇത് നമ്മൾ പൊടിയൊക്കെ കൂട്ടി നന്നായിട്ട് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിലുള്ള ചോറ് നമുക്ക് നന്നായിട്ട് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചോറ് ഫുള്ളായിട്ട് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ആദ്യം ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് ചോറ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒട്ടും കേട്ടോ മാവ്. അപ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ അതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് പൊടിയും കൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ചോറിന് 1.5 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവരോട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തേക്ക്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം അരമണിക്കൂറോളം മാവ് റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഓരോ ഉരുളകളും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ 250 ml ഒരു കപ്പിന് ചോറെടുത്തുണ്ടാക്കിയപ്പോൾ 8 പൊറാട്ടയ്ക്കുള്ള ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് പത്തിരി പലകമേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിയൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുഴൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം പരത്താൻ പറ്റുമോ വെച്ചാൽ അത്രത്തോളം പരത്തി കൊടുക്കാം കേട്ടോ.
അപ്പം നന്നായിട്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത മൈദേൻ്റെയും ഓയിലും കൂടെ കൂട്ടിയിട്ടുള്ള മിക്സ് ചെയ്ത ഇതുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും മടക്കി കൊടുത്ത് ഇതുപോലെ വീണ്ടും തേച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മടക്കി കൊടുക്കാം. ഇനി ഓയിൽ തേച്ചെടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മൈദപ്പൊടിയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പച്ചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ അപ്പച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആ ചട്ടി നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു വട്ടം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ചോറ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറിൻ്റെ കൂടെയും ബീഫ് കറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ കണ്ടില്ല, നല്ല ലെയറായിട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പൊറോട്ടേനെക്കാട്ടിലും സോഫ്റ്റാണ് കേട്ടോ ഇത്. മാത്രമല്ല നമുക്കിത് തയ്യാറാക്കാനും എളുപ്പമാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.